ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇന്ന് നിർണായകമാണ്. അറസ്റ്റിലായി 90 ദിവസം പിന്നിട്ടതോടെ സ്വാഭാവിക ജാമ്യം തേടിയുള്ള മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കും. ജാമ്യം ലഭിച്ചാൽ പോറ്റിക്ക് ഇന്ന് തന്നെ പുറത്തിറങ്ങാം. കുറ്റപത്രം വൈകുന്നതിനാൽ പ്രതികൾ ഓരോരുത്തരായി പുറത്തിറങ്ങുന്നതോടെ പ്രതിരോധത്തിലായിരിക്കുകയാണ് SIT. അശ്വിൻ ഡിയാഗോയുടെ വിവരങ്ങളുമായി. അശ്വിൻ, ഗുഡ് മോർണിംഗ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട ജയിലിൽ നിന്ന് പ്രതികൾ ഓരോരുത്തരായി പുറത്തിറങ്ങുന്നു. അവരെ നേരെ ED വിളിപ്പിക്കുന്നു ചോദ്യം ചെയ്യലിനായി. ഇന്നിപ്പോൾ നിർണായകം പോറ്റിയുടെ ജാമ്യാപേക്ഷ കോടതിയിലെത്തുകയാണ്. 90 ദിവസം പൂർത്തിയായി, കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പോറ്റിക്കും സ്വാഭാവിക ജാമ്യം ലഭിക്കാൻ തന്നെയാണല്ലേ സാധ്യത? അങ്ങനെയാണെങ്കിൽ SITക്ക് വലിയ തിരിച്ചടി. ഹരിപ്രിയ, ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് 90 ദിവസം കഴിഞ്ഞിട്ടും ഇത് സംബന്ധിച്ച് SIT ഇതുവരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഓരോരോ പ്രതികളായി ഇപ്പോൾ ജാമ്യത്തിൽ പുറത്തിറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കൂട്ടത്തിൽ ഇന്ന് ജാമ്യം ലഭിച്ചാൽ 4ാമത് ജയിൽ മോചിതനാകുന്ന വ്യക്തിയാകും സ്വർണ്ണക്കൊള്ളയിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഈ ദ്വാരപാലക കേസിൽ അദ്ദേഹത്തിന് ഈ സ്വാഭാവിക ജാമ്യത്തിനുള്ള, അതായത് 90 ദിവസം പിന്നിട്ടതോടുകൂടിയാണ്, ഈ 90 ദിവസം കഴിഞ്ഞതോടുകൂടിയാണ് ഇപ്പോൾ കോടതി സമീപിച്ചിട്ടുള്ളത്. സ്വാഭാവികമായ ജാമ്യത്തിന് അർഹതയുണ്ട്, കുറ്റപത്രം പോലും സമർപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ജാമ്യം നൽകണം എന്നുള്ള ആവശ്യമാണ് വിജിലൻസ് കോടതിയിൽ നൽകിയിട്ടുള്ളത്. വിജിലൻസ് കോടതി ഇത് സംബന്ധിച്ച് ഒരു തീരുമാനമെടുത്തേക്കും. നേരത്തെ തന്നെ ഈ കട്ടളപ്പാളി കേസിൽ അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിരുന്നു, അതുകൊണ്ട് തന്നെ സ്വാഭാവിക ജാമ്യം ലഭിച്ചിരുന്നു. ഈ കേസിലും അതുകൊണ്ട് തന്നെ കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത തന്നെയാണുള്ളത്. അങ്ങനെയെങ്കിൽ 4ാമതായി പുറത്തിറങ്ങുന്ന ആളാകും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കുറ്റപത്രം വൈകുന്നത് ഈ നിലവിൽ എന്തായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി തന്നെയാണ്. കാരണം ഓരോരുത്തരായി ജയിൽ മോചിതരാകുമ്പോൾ നേരെ ED ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ തന്ത്രിയുടെ ജാമ്യാപേക്ഷയിൽ ഈ വിധി ജാമ്യ വാദത്തിൽ തിങ്കളാഴ്ച വിശദമായി തന്നെ വാദം കേൾക്കും എന്നുള്ളതാണ്. വിജിലൻസ് കോടതി തന്നെയാണ് തന്ത്രിയുടെ വാദവും കേൾക്കുന്നത്. അതും സമാനമായ രീതിയിൽ കുറ്റപത്രം സമർപ്പിക്കാത്തതിനെ തുടർന്ന് സ്വാഭാവിക ജാമ്യത്തിലുള്ള അർഹതയുണ്ട് എന്നുള്ളത് ചൂണ്ടിക്കാട്ടി തന്നെയാണ് ഇതും തന്ത്രിയും കോടതി സമീപിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രതികൾ ഓരോന്നായി പുറത്തിറങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം തന്നെ ഒരു ഭാഗത്ത് കൂടുതലായി അറസ്റ്റുകളോ അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ പുരോഗതിയോ ഉണ്ടാകുന്നില്ല എന്നുള്ളതും വസ്തുതയാണ്. ഹരിപ്രിയ, ഇന്ന് സ്വാഭാവിക ജാമ്യം ലഭിക്കുമോ എന്നതാണ് ചോദ്യം. അശ്വിൻ ഡിയാഗോ ആണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.